എപ്സ്റ്റീൻ ഫയൽസ് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മൊത്തം എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയാണ് ചർച്ച. എന്നാൽ ആരായിരുന്നു ശരിക്കും എപ്സ്റ്റീൻ? ജെഫ്രി എപ്സ്റ്റീൻ ജനിച്ചത് 1953 ന്യൂയോർക്കിലായിരുന്നു. ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാത്ത എപ്സ്റ്റീന് ആദ്യമായിട്ടൊരു ജോലി കിട്ടുന്നത് ഒരു മാത്സ് ടീച്ചറായിട്ടാണ്. എങ്ങനെ അയാൾക്ക് ആ ജോലി കിട്ടി എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. എന്തൊക്കെയായാലും അയാൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പല ചെറിയ പെൺകുട്ടികളുമായിട്ട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും അടുത്ത ജോലി ബിയർ സ്റ്റേൺസ് എന്നൊരു ബാങ്കിൽ 4 വർഷം കൊണ്ട് എപ്സ്റ്റീൻ അവിടുത്തെ ടോപ്പ് എംപ്ലോയി ആവുന്നുണ്ട്. പക്ഷെ അവിടെ ഫ്രോഡ് കളിച്ചുകൊണ്ട് അയാളെ ആ കമ്പനി ഫയർ ചെയ്യുന്നുമുണ്ട്. പിന്നെ എപ്സ്റ്റീൻ പോയത് ടവേഴ്സ് ഫിനാൻഷ്യൽ എന്നൊരു തട്ടിപ്പ് പോൺസി സ്കീമിലോട്ടായി. അങ്ങനെ ഒരു സ്കീം പൊട്ടിപ്പോൾ പക്ഷേ എപ്സ്റ്റീൻ മാത്രം കേസിലൊന്നും പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് അയാൾ സ്വന്തമായ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്നു. എപ്സ്റ്റീന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് വിക്ടോറിയ സീക്രട്ട് എന്ന ബ്രാൻഡിന്റെ ഓണറായ ലെസ്ലി വെക്സ്നർ എന്നയാള് ഒരു അമേരിക്കൻ ബില്യണർ ആയിരുന്നു. അയാളുടെ മൊത്തം സമ്പത്തിന്റെ നിയന്ത്രണം എപ്സ്റ്റീൻ കൊടുക്കുമ്പോഴാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് എപ്സ്റ്റീൻ ജിസ്ലൈൻ മാക്സ്വെലിനെ പരിചയപ്പെടുന്നതും തന്റെ ബിസിനസ് പാർട്ണറാക്കി കൂടെ കൂട്ടുന്നത്. ജിസ്ലൈൻ മാക്സ്വെലിന്റെ അച്ഛൻ ഒരു തട്ടിപ്പുകാരനായിരുന്നു. മാത്രമല്ല ഇസ്രായേലി ഇന്റലിജൻസ് ആയ മൊസാദിന്റെ ഏജന്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അയാൾ. എനിവേസ് ജിസ്ലൈൻ മാക്സ്വെൽ വെറും പാർട്ണർ മാത്രമായിരുന്നില്ല, അയാളുടെ മെയിൻ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അവർ. മാത്രമല്ല ജിസ്ലൈൻ ആണ് എപ്സ്റ്റീന് വേണ്ടി പല പെൺകുട്ടികളെയും പല ചെറിയ ചെറിയ കുട്ടികളെയും പല പല സ്ഥലത്തു നിന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ബില്യണേഴ്സിന്റെ പൈസ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എന്ന പേരിലുള്ള എപ്സ്റ്റീന്റെ പബ്ലിക് ഇമേജ് നല്ല രീതിയിൽ പോവുകയായിരുന്നു. 2005 അയാൾക്കെതിരെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നവരെ 2005 ഒരു 14 വയസ്സുള്ള കുട്ടിയുടെ സ്റ്റെപ്പ് മദർ കൊടുത്ത പരാതിയിൽ പറഞ്ഞത് തന്റെ മോളെ എപ്സ്റ്റീൻ ന്യൂഡ് മസാജ് ചെയ്യിപ്പിച്ചു എന്നാണ്. അതും എപ്സ്റ്റീന്റെ പാം ബീച്ചിലുള്ള മാൻഷനിൽ വെച്ച്. 13 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ പോലീസും FBI ചേർന്ന് കണ്ടെത്തിയത് ഷോക്കിംഗ് ആയിരുന്നു. 40ഓളം മൈനർ പെൺകുട്ടികളെയാണ് ഇതുപോലെ എപ്സ്റ്റീൻ ഉപയോഗിച്ചത്. മാത്രമല്ല എപ്സ്റ്റീന്റെ വീട്ടിൽ മൊത്തം പലതരം ഹിഡൻ ക്യാമറകളും അവർ കണ്ടെത്തി. ഈ കേസിൽ 2008 എപ്സ്റ്റീൻ അകത്താവുന്നതുകൊണ്ട് പക്ഷേ വലിയ ശിക്ഷയൊന്നും അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. അത്രയും കണക്ഷൻസ് അയാൾക്കുണ്ടായിരുന്നു. 2009 അയാൾ പുറത്തിറങ്ങി വീണ്ടും പണി തുടങ്ങി. ബിസിനസ് ആസ് യൂഷ്വൽ. കുറച്ചു കാലം കഴിഞ്ഞ് 2018 മിയാമി ഹെറാൾഡ് എന്ന പത്രത്തിൽ ഒരു സീരീസ് ഓഫ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് എപ്സ്റ്റീൻ വീണ്ടും ചർച്ചാ വിഷയമാവുന്ന അമേരിക്ക. ആ റിപ്പോർട്ടിൽ എപ്സ്റ്റീന്റെ 80 വിക്ടിംസിനെ പറ്റിയും അയാൾക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കാതെ വെറുതെ വിട്ടതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകെ വലിയ പ്രതിഷേധം പല ഭാഗത്തുനിന്നും വന്നതിനെ തുടർന്ന് എപ്സ്റ്റീനെതിരെ ഒരു കേസ് വീണ്ടും രജിസ്റ്റർ ആക്കി വീണ്ടും അന്വേഷണം തുടങ്ങി. ജൂലൈ 2019 എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ അയാളുടെ മാൻഷനിൽ നിന്നും ഒരുപാട് സ്ത്രീകളുടെയും ചെറിയ കുട്ടികളുടെയും ഫോട്ടോകളും വീഡിയോകളും കണ്ടെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഫോട്ടോകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായി. ഓഗസ്റ്റ് 9, 2019 എപ്സ്റ്റീൻ ജയിലിൽ തന്നെയാണ്. എപ്സ്റ്റീന്റെ ജയിൽ സെല്ലിൽ നിന്നും കൂടെയുള്ളവരെ മാറ്റുന്നുണ്ട്. മാത്രമല്ല അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഓഫീസർമാര് ഉറങ്ങിപ്പോകുന്നുണ്ട്. മാത്രമല്ല ജയിലിലെ ക്യാമറകൾ കേടാവുന്നതുമുണ്ട്. അടുത്ത ദിവസം രാവിലെ ഓഗസ്റ്റ് 10 രാവിലെ അയാൾ ജയിൽ സെല്ലിൽ കിടന്ന് മരിച്ചതായിട്ട് കണ്ടെത്തി.